ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ജാനുവരി 10-ാം തീയതി, അതായത് ജാനുവരി സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ വാച്ച് അവർ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് വെറും 111 വാച്ച് അവർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് 2 മാസം കൊണ്ടാണ് എൻ്റെ ചാനൽ ഇപ്പോൾ 3000 വാച്ച് അവറും കടന്നിട്ട് ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. സാധാരണക്കാരെ പോലെ ഞാനും ഇതുപോലെ ചെറിയൊരു ആഗ്രഹങ്ങളോടെ തുടങ്ങിയതാണ് ഈ യൂട്യൂബ് ചാനൽ. ശരിക്കും പറഞ്ഞാൽ ആഗസ്റ്റ് 15-ാം തീയതിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. വലിയ പ്രതീക്ഷകൾ ആ ടൈമിൽ എനിക്കൊന്നുമില്ലായിരുന്നു. എങ്കിലും ചെറിയ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഷോർട്സ് ഇടാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഒരു ഷോർട്സ് ഇട്ടപ്പോൾ എനിക്ക് 3, 7 അങ്ങനെയായിരുന്നു വ്യൂസ് നിന്നിരുന്നത്. പിന്നെ പതുക്കെ അത് 100 200 1K പോയോ എന്ന് ചോദിച്ചാൽ 2 മാസം കഴിഞ്ഞിട്ടാണ് 1K ഒക്കെ ഷോർട്സ് പോയത്. അപ്പോഴും ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടില്ല. ലോങ് വീഡിയോ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യം ചെയ്ത ലോങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് ഫോൺ പോലും എങ്ങനെയാ വെക്കേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഇങ്ങനെ നമ്മൾ ഷോർട്സ് എടുക്കുന്ന രീതിയിലാണ് ഞാൻ ഫോൺ വരെ വെച്ചിട്ട് ഒരു ജാസ്മിൻ ഫ്ലവറിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അതിനും എനിക്ക് തോന്നുന്നു ഒരു 60-58 ആ ഒരു റേഞ്ചിലെ വ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. അതും കുറച്ച് നാളെടുത്തു അത്രയും വ്യൂസ് വരാനായിട്ട്. അങ്ങനെ കുറച്ച് ഒരു സമയം കിട്ടുന്നതനുസരിച്ച്, കാരണം ആ ടൈമിൽ കുഞ്ഞ് ഇഴയുന്നൊരു പ്രായമാണ്. അവൾക്ക് എന്തോ ആ ടൈമിൽ ഒരു 7-8 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അവളെയും നോക്കി, അവളെന്ന് പറയുമ്പോൾ കുട്ടിയല്ലേ, അവളുടെ എല്ലാ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, മമ്മി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ടൈം കിട്ടുന്നതനുസരിച്ച്, ആ ടൈമിൽ ഞാൻ പഠിക്കുകയും ചെയ്യുന്നുണ്ട് PSC എക്സാമിന്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ വീഡിയോ ഒക്കെ ആയാലും അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ അത്ര ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു, ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഞാൻ പുറത്താണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് നമുക്കും എന്തുകൊണ്ട് ആയിക്കൂടാ, നല്ല രീതിയിൽ ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ഷോർട്സ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടിരുന്നത്. ഞാൻ ഭയങ്കര പ്രൊഫഷണലൊന്നും അല്ലായിരുന്നു, ഇപ്പോഴും അല്ല, ഞാനൊന്നുമല്ല, ഒരു ലെവലിൽ എത്തിയിട്ടില്ല ഇപ്പോഴും. എങ്കിലും 3000 വാച്ച് അവർ ആയെന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ജാനുവരി 10-ാം തീയതി തൊട്ട് ഞാൻ എടുത്ത എഫേർട്ട് ഉറക്കം കളഞ്ഞു എന്ന് ചോദിച്ചാൽ, എൻ്റെ എഡിറ്റിങ്ങും എൻ്റെ വീഡിയോ എടുക്കലും വീട്ടിലെ കാര്യങ്ങളും കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്ത് മാക്സിമം ഇതിൻ്റെ പുറകെ നിന്നിട്ടാണ്, എഫേർട്ട് ഇട്ടിട്ടാണ് എനിക്ക് പെട്ടെന്ന് ഇത്രയും വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് തന്നെ. എനിക്കറിയില്ല ഞാൻ ഇത്ര പെട്ടെന്ന്, ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും വാച്ച് അവർ എനിക്ക് പെട്ടെന്ന് തന്നെ നേടാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിൽ നമുക്ക് വേണം, നമ്മളെ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ദൂരം പോകത്തില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെ നമ്മൾ നേടേണ്ട ആ ഒരു എയിം നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പെട്ടെന്ന് വൈറലാകാം എന്നുള്ള രീതിക്ക് ഞാൻ 5 ഷോർട്സ് വരെ ചെയ്ത ടൈമുണ്ട്. പക്ഷെ വൈറലാകാത്ത ഷോർട്സ്, എന്തെങ്കിലുമൊക്കെ ഷോർട്സ് ഇട്ടെന്നും പറഞ്ഞ് നമ്മൾ വൈറലാകത്തില്ലെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഷോർട്സ് ചെയ്തു, വീഡിയോസ് എന്താ പറയുക, ഒരു ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് ഞാൻ ചെയ്തു, എനിക്ക് മാറ്റം ഉണ്ടായില്ല. സെറ്റിങ്സും ഡിസ്ക്രിപ്ഷനും ഒന്നും ഞാൻ ആഡ് ആക്കിയിട്ടില്ലായിരുന്നു. ബേസിക് സെറ്റിങ്സ് പോലും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ചാനലിൻ്റെ കസ്റ്റമൈസേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മുടെ ചാനലിൻ്റെ മേൽവിലാസം എന്ന് പറയുന്നത്. അതുപോലും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. പതുക്കെ ഓരോരുത്തരുടെ വീഡിയോ കണ്ടിട്ടും ഓരോരുത്തരോട് അഭിപ്രായം ചോദിച്ചിട്ടുമാണ് ഞാൻ പതുക്കെ ഓരോന്നും പഠിച്ച് വീഡിയോയിലൊക്കെ ആ ഒരു രീതി അപ്ലൈ ചെയ്യാനായാലും അപ്ലോഡ് ചെയ്യാനായാലും പഠിച്ചത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആയാലും ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ YT സ്റ്റുഡിയോനെ പറ്റി പഠിച്ചു. അതിലാണ് ഇതുപോലെ വാച്ച് അവർ ഉള്ളതും, നമുക്ക് 1K സബ്സ്ക്രൈബർ ആകണം, വാച്ച് അവർ ആകണം. ഇതൊക്കെ ഞാൻ ഭയങ്കര വൈകി അറിഞ്ഞത്. നിങ്ങൾക്കെന്ന് പറയുമ്പോൾ പറഞ്ഞുതരാൻ എല്ലാവരും ഉണ്ട്, പക്ഷെ എനിക്കെന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ അറിയില്ലായിരുന്നു. ഞാനങ്ങനെ വീഡിയോസൊക്കെ ആയാലും മറ്റുള്ളവരെ കാണില്ലായിരുന്നു. അങ്ങനെ 1K സബ്സ്ക്രൈബേഴ്സ് വേണം, ചുമ്മാ ഷോർട്സ് ഇട്ടിട്ട് കാര്യമില്ല, നമുക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്താലേ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് നമുക്ക് ഇൻകം കയറി തുടങ്ങത്തുള്ളൂ എന്നുള്ള സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി YT സ്റ്റുഡിയോയിൽ എന്ന ഓപ്ഷൻ എടുത്ത് നോക്കി
എനിക്ക് 111 വാച്ച് അവറാണ്. ജാനുവരി 10-ാം തീയതി, ഈ ജാനുവരി 10-ാം തീയതി, ഈ കഴിഞ്ഞ മാസം ജാനുവരി 10-ാം തീയതി എൻ്റെ വാച്ച് അവർ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ 111 വാച്ച് അവറാണ് എനിക്ക് ശരിക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ 4 മാസം കൊണ്ട് എനിക്ക് ഇത്രയും വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ 3000 വാച്ച് അവർ ആയാലും 4000 വാച്ച് അവർ ആയാലും ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? ഒരു ദിവസം ഒരു 20 വാച്ച് അവർ എടുത്താലും എനിക്ക് അത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, എന്ത് ചെയ്യും എന്ന് ഓർത്തിരുന്നപ്പോഴാണ് എനിക്കിതുപോലെ ഒരാളുടെ കോൺടാക്ട് നമ്പർ കിട്ടുന്നതും ഞാൻ ആ ചേച്ചിനെ വിളിച്ചിട്ട് ഇന്നപോലെയൊക്കെയാണ് ചേച്ചി പ്രശ്നങ്ങൾ, എനിക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് തരുമോ, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ ആ ചേച്ചി എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പൊക്കെ ഫോമാക്കി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ 10 ഗ്രൂപ്പുകളും ഉണ്ട്. ഒരു ഗ്രൂപ്പിൽ 40 മെമ്പേഴ്സാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ എല്ലാവരെയും മാനേജും ചെയ്യണം. അവർക്കും ഇതുപോലെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജാനുവരി 10-ാം തീയതി തുടങ്ങിയ ജേണി ഇന്നിപ്പോൾ ഇവിടെ എന്നെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആക്കാനായിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ, ഒരാഴ്ച വേണമെന്ന് എനിക്കറിയില്ല, ഡെയിലി ഒരു 200 വാച്ച് അവർ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എനിക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഞാനും യൂട്യൂബിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യുന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ, ഞാൻ സാധാരണ ഒരു ഹൗസ് വൈഫാണിപ്പോൾ. എനിക്ക് 1 വയസ്സുള്ളൊരു മോളുണ്ട്, ഹസ്ബൻഡ് ഷിപ്പിലാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. എപ്പോൾ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യും, 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യും, ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഞാൻ ഇപ്പോൾ ഒരു ഹൗസ് വൈഫാണ്. ഞാൻ പഠിച്ചു, എനിക്ക് ജോലി ഉണ്ടായിരുന്നു, അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് 1 വയസ്സുള്ളൊരു മോളുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്കും എന്തുകൊണ്ടായിക്കൂടാ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് അറിയേണ്ടതായ എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബ് വഴി ഷെയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡ് ലൈൻസോ വാച്ച് അവർ ഇൻക്രീസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാക്സിമം ഇപ്പോൾ ഇത്രയും ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇനിയൊരു ഗ്രൂപ്പ് എടുക്കണമെങ്കിൽ കുറച്ച് സാവകാശം വേണം. അപ്പോൾ ഇപ്പോൾ മെസ്സേജ് അയക്കുന്നവരടുത്തൊക്കെ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് ഡിലേ ആകും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വൈകാണ്ട് തന്നെ ഞാൻ എൻ്റെ പെൻഡിങ് മെസ്സേജൊക്കെ ആയാലും എല്ലാം ക്ലിയറാക്കി, എൻ്റെ വർക്കൊക്കെ ക്ലിയറാക്കി കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, എനിക്ക് പറയാനുള്ളത്, എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്കൊണ്ട് ഇപ്പോൾ ഈ 1.5 മാസത്തെ ഒരു ടൈമിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഉറപ്പായിട്ടും പറ്റും. നിങ്ങൾക്ക് ഒരു 100 വാച്ച് അവർ അല്ലെങ്കിൽ ഒരു അതിലും താഴെയാണ് നിങ്ങളുടെ വാച്ച് അവർ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിരുത്തി ബേസിക് സെറ്റിങ്സ് വരെ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമൈസേഷൻ അതൊക്കെ കറക്റ്റായ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന രീതി കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്നെ പോലെ ഗൈഡൻസ് വേണമെങ്കിൽ ഞാൻ തരാം, റിപ്ലൈ തരും. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, പറ്റുന്ന പോലെ റിപ്ലൈ തരും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. നിങ്ങൾക്കും 2 മാസത്തിനുള്ളിൽ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ലോങ് വീഡിയോ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പോഴേ പറയുവാണ്, നിങ്ങൾ എത്രത്തോളം ലോങ് വീഡിയോ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് പെട്ടെന്ന് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും. ഷോർട്സ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് താങ്ങില്ല, 1 കോടി വ്യൂസാണ് വേണ്ടത്. പക്ഷെ പെട്ടെന്ന് വൈറലാവുന്നവർക്ക് കിട്ടും കേട്ടോ. എങ്കിലും നമുക്ക് ആഡ്സിന്റെ ബേസിലാണ് നമുക്ക് ഇൻകം ആയാലും കയറി തുടങ്ങുന്നത്. അത് ലോങ് വീഡിയോ കൊണ്ടേ പറ്റുള്ളൂ. കൂടുതൽ ഇൻകം കിട്ടുന്നതായാലും ലോങ് വീഡിയോ ചെയ്തിട്ടാണ്. അപ്പോൾ ഇനി ഈ 1.5 മാസത്തിൽ ഹെൽപ്പ് ചെയ്ത ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഈ 3000 വാച്ച് അവർ കടന്ന എൻ്റെ ഒരു പാത പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇത് ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്, കാരണം നമ്മൾ കണ്ടന്റ് എത്രത്തോളം ഷോർട്ടാക്കുന്നു അതനുസരിച്ചാണ് നമ്മൾ വൈറലാകുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ഷോർട്ടാക്കിയാണ് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി, നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ കിട്ടിയെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.